അംഗീകാരം. അന്താരാഷ്ട്ര പോലീസ് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ പോർട്ടലായ ഭാരത് പോളിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടക്കം കുറിച്ചു. ഇക്കഴിഞ്ഞ ജനുവരി 7-ന് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ പോർട്ടലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിച്ചത്. എല്ലാ ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികൾക്കും ഇന്റർപോളുമായി തടസ്സമില്ലാതെ ബന്ധം സ്ഥാപിക്കുന്നതിനായി CBI ആണ് ഇത്തരത്തിലൊരു പോർട്ടൽ വികസിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പോലീസിനും സുരക്ഷാ ഏജൻസികൾക്കും അന്താരാഷ്ട്ര പോലീസ് ഓർഗനൈസേഷനായ ഇന്റർപോളുമായി തടസ്സമില്ലാത്ത കണക്ഷൻ നൽകുക എന്നതാണ് ഈ പോർട്ടലിന്റെ പ്രഥമ ലക്ഷ്യം. കുറ്റവാളികൾ ഇന്ത്യ വിട്ടാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ ഈ പോർട്ടൽ സഹായിക്കും. ഇന്റർപോൾ ഡാറ്റാബേസുകളിലേക്കുള്ള തത്സമയ ഇന്റർഫേസും ആക്സസും ഇത് പ്രദാനം ചെയ്യും. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന കുറ്റവാളികൾ ഇന്ത്യൻ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിരുന്നാലും ഭാരത് പോൾ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ നടപ്പിലാക്കിയാൽ അത്തരം കുറ്റവാളികളെ നീതിയുടെ പരിധിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഒളിച്ചോടിയ കുറ്റവാളികളെ ഹാജരാക്കാതെ വിചാരണയിലൂടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പുതിയ ക്രിമിനൽ നിയമം പ്രാപ്തമാക്കുന്നുവെന്നും ഭാരത് പോളിന്റെ സാധ്യതകൾ വിനിയോഗപ്പെടുത്തി കുറ്റം ചെയ്ത് ഒളിച്ചോടിയവരെ ഒളിച്ചിരിക്കുന്നിടത്തു നിന്ന് തന്നെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്നും അമിത് ഷാ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികളെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമതയോടെയും നേരിടാനുള്ള ഈ സംവിധാനത്തിന്റെ ശേഷിയും അദ്ദേഹം ഊന്നി പറഞ്ഞു. പുതിയ നിയമം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ ലളിതമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരത് പോൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിനും താഴെ തട്ടു മുതൽ അതിന്റെ ഉപയോഗം വിപുലീകരിക്കുന്നതിനും വ്യാപകമായ പരിശീലനം അനിവാര്യമാണ്. അത് ഉറപ്പാക്കുന്നതിന് മുൻകൈയെടുക്കാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. ഭാരത് പോളിന്റെ 5 പ്രധാന മോഡ്യൂളുകളായ കണക്ട്, ഇന്റർപോൾ നോട്ടീസ്, റഫറൻസുകൾ, ബ്രോഡ്കാസ്റ്റ്, റിസോഴ്സസ് എന്നിവ എല്ലാ ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികളെയും പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സാങ്കേതിക പ്ലാറ്റ്ഫോം നൽകുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിലെ കണക്റ്റിലൂടെ എല്ലാ ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികളും ഇന്റർപോളിന്റെ നാഷണൽ സെൻട്രൽ ബ്യൂറോയുടെ ഒരു വിപുലീകരണമായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇന്റർപോൾ നോട്ടീസുകൾക്കായുള്ള അഭ്യർത്ഥനകൾ വേഗത്തിലും സുരക്ഷിതമായും ഘടനാപരമായും സംപ്രേഷണം ചെയ്യാനും ഭാരത് പോൾ സംവിധാനം സഹായകമായി തീരും. ഇന്ത്യയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കുറ്റവാളികളെ രാജ്യത്തിരുന്നുകൊണ്ട് തന്നെ അതിവേഗം കണ്ടെത്താനുള്ള ശാസ്ത്രീയ സംവിധാനത്തെ അത് പ്രാപ്തമാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചു. വിദേശത്തുള്ള അന്വേഷണങ്ങൾക്ക് അന്താരാഷ്ട്ര സഹായം തേടാനും നൽകാനും ഈ പോർട്ടൽ ഏറെ ഗുണം ചെയ്യും. സൈബർ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, ഓൺലൈൻ റാഡിക്കലൈസേഷൻ, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത്, സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ദേശീയ അതിർത്തികൾ പിന്നിടുന്ന കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഭാരത് പോളിന്റെ ലക്ഷ്യം. ഇന്ത്യൻ പോലീസ് സേനയ്ക്ക് ഇന്റർപോളിന്റെ 105 അംഗരാജ്യങ്ങളുമായി തടസ്സമില്ലാതെ ബന്ധപ്പെടാനും നിർണായക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഉറവിടങ്ങളും ഡാറ്റാബേസുകളും ആക്സസ് ചെയ്യാനും ഈ പോർട്ടൽ സഹായിക്കും. ഇന്ത്യയിലുടനീളമുള്ള നിയമനിർവഹണ ഏജൻസികളെ ബന്ധിപ്പിക്കുന്നതിലൂടെ തത്സമയ വിവരങ്ങളുടെ പങ്കിടലും ഏകോപനവും ഈ പോർട്ടൽ സാധ്യമാക്കിയെടുക്കും. അതിനാൽ തന്നെ ഇത് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണ്. ഇതിലെ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റുകൾ ഉപയോഗപ്പെടുത്തി അന്താരാഷ്ട്ര സഹായം എളുപ്പത്തിൽ അഭ്യർത്ഥിക്കാൻ ഫ്രണ്ട് ലൈൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പോർട്ടൽ അനുവദിക്കും. ഇന്റർപോൾ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ക്രിമിനൽ ഇന്റലിജൻസും ഇൻപുട്ടുകളും ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികളുമായി വേഗത്തിൽ പങ്കിടാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIയെ ഈ പോർട്ടൽ പ്രാപ്തമാക്കും. അതോടൊപ്പം റെഡ് കോർണർ നോട്ടീസുകൾക്കും മറ്റ് ഇന്റർപോൾ നോട്ടീസുകൾക്കുമുള്ള അഭ്യർത്ഥനകൾ തയ്യാറാക്കുന്ന പ്രക്രിയ ലളിതമാക്കും. കുറ്റകൃത്യങ്ങൾ, കുറ്റവാളികൾ, നിയമവിരുദ്ധ സ്വത്തുക്കൾ എന്നിവയുടെ ആഗോള ട്രാക്കിങ്ങിനും ഇത് സഹായകമായി തീരും. രാജ്യാന്തര കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഭാരത് പോളിന്റെ സമാരംഭം ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. 19 തരം ഇന്റർപോൾ ഡാറ്റാബേസുകളിലേക്കുള്ള പ്രവേശനം ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ വിശകലനം ചെയ്യാനും അവ തടയാനും കുറ്റവാളികളെ പിടികൂടാനും ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികൾ ഈ പോർട്ടലിന്റെ വരവോടെ കൂടുതൽ സജ്ജരായി തീരും. വാർത്തയുടെ നിറം തേടി തനി നിറം.